ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങിയ പിന്നെ എൻ്റെ വൈഫൈ മൊത്തം പണി മുടക്കിലാണ്, ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ്റെത് വീണ്ടും ഫോണിൽ ഇടയ്ക്കെങ്കിലും നെറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഫോണിൽ കൂടെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫങ്ഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റയ്ക്കായിരിക്കും ഇമ്പോർട്ടൻസ്. ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഹൂപ്സ് ആണ് എപ്പോഴും എസ്സേ ചോദിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഹൂപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് പാസിംഗ്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എനി റിയൽ ടൈം സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം ഒബ്ജക്റ്റ്. അതായത് ക്ലാസ്, ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോ സ്റ്റുഡൻറ്റും, ഇപ്പോൾ റോൾ നമ്പർ 1 ആരാണ്? അബു താലിബ് ഒരു ഒബ്ജക്റ്റാണ്. റോൾ നമ്പർ 2 ആരാണ്? ആദിത്യ എന്ന് തോന്നുന്നു. ആദിത്യ അടുത്ത ഒബ്ജക്റ്റാണ്. അപ്പോൾ ക്ലാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ജനറിക് ഡെഫിനേഷനാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമുള്ള ക്ലാസ്സിൻ്റെ ഓരോ കോപ്പിയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതിയത് തന്നെയാണ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും ഒരൊറ്റ ഇതിൽ കൊണ്ടുവരിക. അതായത് റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് എൻക്യാപ്സുലേഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്മളിവിടെ, ഇത് എൻ്റെ കൊച്ചു കുത്തി വരച്ചിട്ടതാണ്, സാരില്ല. സ്റ്റുഡൻറ്റിൻ്റെ നമ്മൾ കാണുന്നത്, പുറത്തുനിന്നുള്ള ആൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ടോട്ടൽ, ആവറേജും ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും മാർക്സും ഒന്നും അയാൾക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് abstraction refers to the act of representing essential features without including the background details or explanation. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ ഇൻഫർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡാറ്റ ഹൈഡിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാറ്റേനെ നമ്മൾ ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ 3 ഡെഫിനേഷൻസാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏതൊക്കെയാണ്? വാട്ട് ഈസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, വാട്ട് ഈസ് എൻക്യാപ്സുലേഷൻ, വാട്ട് ഈസ് ഇൻഫർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡാറ്റ ഹൈഡിങ്. ഇനി ഇൻഹെറിറ്റൻസ് ഒക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പോളിമോർഫിസം ഇപ്പം നമ്മൾ പഠിച്ചു, 1 നെയിം മെനി ഫോംസ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഡൈനാമിക് ബൈൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺ ടൈമിൽ കോഡിനെ ബൈൻഡ് ചെയ്യുക, അതാണ് ഡൈനാമിക് ബൈൻഡിങ്. ഇനി മെസ്സേജ് പാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യുക. അതിന് എങ്ങനെയായിരിക്കും സെൻഡ് ചെയ്യുക? ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നോക്കാം, എംപ്ലോയി ഡോട്ട് സാലറി നെയിം. അതായത് എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് സാലറി നെയിം. അതായത് അപ്പോൾ ഈ എംപ്ലോയി ഡോട്ട് ഒബ്ജക്റ്റ് ഫങ്ഷൻ നെയിം, ഈ നെയിം എന്ന് പറയണത് ആണ് എന്ത്? ഈ സാലറി എന്ന് പറയുന്ന ഫങ്ഷനാണ് എന്ത്? നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണ്? ഒരാളുടെ പേരാണ്. അതായത് ഇപ്പോൾ നമ്മുടെ KM കോളേജിലെ മൊത്തം എംപ്ലോയീസിൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയി ഡോട്ട് സാലറി ബ്രാക്കറ്റിൽ സാരിഷ എന്ന് പറയുമ്പോഴത്തേക്കും സാരിഷ എന്ന് പറയുന്ന സ്റ്റാഫിൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അതേസമയം ഇപ്പോൾ എംപ്ലോയി ഡോട്ട് സാലറി ബ്രാക്കറ്റിൽ നിഷ എന്നാണെങ്കിൽ നിഷ മിസ്സിൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വഴി ഈ സാലറി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? നിഷ മിസ്സിൻ്റെയും സാരിഷ മിസ്സിൻ്റെയും സാലറി കാൽക്കുലേറ്റ് ചെയ്യൂ എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ മെസ്സേജ് പാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ബെനഫിറ്റ്സ് ഓഫ് ഹൂപ്സും ആപ്ലിക്കേഷൻസ് ഓഫ് ഹൂപ്സും ഉണ്ട്. അത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയതാണ്, അതും പഠിക്കാം. ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങിയ പിന്നെ എൻ്റെ വൈഫൈ മൊത്തം പണി മുടക്കിലാണ്, ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ്റെത് വീണ്ടും ഫോണിൽ ഇടയ്ക്കെങ്കിലും നെറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഫോണിൽ കൂടെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തത് സിമ്പിൾ പ്രോഗ്രാം ഇങ്ങനെ ഇരിക്കുക, അതായത് ഇൻക്ലൂഡ് ഫംഗ്ഷൻ ഉണ്ടാവും, മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പക്ഷേ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടില്ല. അത് ആദ്യം നമുക്കൊരു സ്ട്രക്ചറോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ഫയൽസ് ഉണ്ടാവും. ആദ്യം ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ ക്ലാസ് ഡിക്ലറേഷൻ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് മെമ്പർ ഫങ്ഷൻസ്. ക്ലാസ്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ ഉണ്ടാവും? ക്ലാസ്സിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഏനെ തെളിയണല്ലേ? എന്തൊക്കെയാണ്? ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, മെമ്പർ ഫങ്ഷൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ക്ലാസ് ഇൻക്ലൂഡ് ഫയൽസാണ് ഏറ്റവും ആദ്യം വരിക. അത് കഴിഞ്ഞ് ക്ലാസ് ഡിക്ലറേഷൻ. അതിൻ്റെ അകത്ത് തന്നെ ഡാറ്റ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യും, മെമ്പർ ഫങ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യും. ഇതിന് ശേഷം ഈ മെമ്പർ ഫംഗ്ഷൻ, ഇപ്പോൾ ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറയും. അതിന് ശേഷമാണ് മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇതാണ് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഡാറ്റ ടൈപ്സ് ഇൻ C++ ആണ്. ഇതിൽ സിയിൽ പഠിച്ചത് തന്നെയാണ്. ഈ ഫിഗർ മാത്രം ഓർത്ത് വയ്ക്കുക, ബാക്കി സിയിലെ കാര്യങ്ങൾ തന്നെ എഴുതുക. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഇല്ല, അതിൻ്റെ അകത്ത് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലും മതി. അപ്പോൾ ഡാറ്റ ടൈപ്സ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ബിൽറ്റ് ഇൻ, ഡിറൈവ്ഡ് ആൻഡ് യൂസർ ഡിഫൈൻ. ബിൽറ്റ് ഇൻ തന്നെ 3ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്: ഇൻറ്റിജർ ടൈപ്പ്, വോയിഡ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. ഇൻറ്റിജർ തന്നെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റിജറിൽ ക്യാരക്ടർ സ്റ്റോറി, ഇൻറ്റിജറും പിന്നെ ക്യാരക്ടറും. ഇത് രണ്ടും ഇൻ്റഗ്രൽ ടൈപ്പിൻ്റെ തന്നെ ഡെഫിനിഷൻ എന്താണ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ അറേ, ഫംഗ്ഷൻ, പോയിൻ്റർ ഉണ്ട്. യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പിൽ സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ്, എന്യൂമറേഷൻ, ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഇനി അതൊക്കെ ടെക്സ്റ്റിൻ്റെ അകത്ത് ഉണ്ട്, പക്ഷേ ആ ഇതിൽ നോക്കി പഠിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് സിംബോളിക് കോൺസ്റ്റൻ്റ് ആണ്. സിംബോളിക് കോൺസ്റ്റൻ്റ് 2 രീതിയിൽ പറയാം. ഒന്ന് ക്വാളിഫയർ, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിഫയർ യൂസ് ചെയ്തിട്ടും പിന്നെ ഈനം കീവേഡ് യൂസ് ചെയ്തിട്ടും. ക്വാളിഫയർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെയാണ് പറയാം. അതായത് കോൺസ്റ്റൻറ്റ് ഇൻറ്റ് സൈസ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പാണ്, അതിൻ്റെ വാല്യൂ 10 ആണ്, അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, ത്രൂ ഔട്ട് ദ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംബോളിക് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് ഇതാ ഈനം XYZ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഈനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ പറയുന്ന ഓരോ വാല്യൂവിനും ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുക്കും എന്നാണ് അല്ലേ? എക്സിന് 0, വൈക്ക് 1, സെഡിന് 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എന്താ അതിൻ്റെ മീനിങ്? കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നും കോൺസ്റ്റൻറ്റ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നും കോൺസ്റ്റൻറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നും പറയുന്നതും ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു സിംബോളിക് കോൺസ്റ്റൻറ്റ് പറയാനുള്ള ഒരു മെത്തേഡ്. ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫറൻസ് വേരിയബിളാണ്. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഒരു വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേറെ വേരിയബിൾ യൂസ് ചെയ്യുക. അതിനെ യൂസ് ചെയ്യുന്നത് ഈ ആംബർസാൻഡ് എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെഫറൻസ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത്. എക്സാമ്പിൾ നോക്കിക്കോ, ഫ്ലോട്ട് ടോട്ടൽ ഇസ് ഈക്വൽ ടു 100. എന്നിട്ട് ഫ്ലോട്ട് സം, ഇതൊരു ആംബർസാൻഡ് സം. അപ്പോൾ ഈ ആംബർസാൻഡ് സം എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഫറൻസ് വേരിയബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റെഫറൻസ് വേരിയബിളിലേക്ക് എന്താണ് അസൈൻ ചെയ്തിരിക്കുന്നത്? ടോട്ടൽ. അപ്പോൾ ഈ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ടുള്ള വേറൊരു വേരിയബിളാണ് എന്ത്? സം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സി ഔട്ട് ടോട്ടൽ എന്ന് കൊടുത്താലും സി ഔട്ട് 10 എന്ന് കൊടുത്താലും നമുക്ക് സം എന്ന് കൊടുത്താലും നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ബോത്ത് പ്രിൻ്റ് ദ വാല്യൂ 100. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ടോട്ടലിനെ വിളിക്കാൻ നമ്മൾ വേറെ പേര്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു പേരുണ്ടാവും, വീട്ടിൽ വിളിക്കാൻ വേറെ പേരുണ്ടാവും അല്ലേ? അതുപോലെ ഒരു വേരിയബിളിന് വേറൊരു പേരും കൂടെ കൊടുക്കുക, റെഫർ ചെയ്യാൻ വേറൊരു നിക് നെയിമും കൂടെ കൊടുക്കുക. അതാണ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻ C++ ആണ് അടുത്തത്. ഇതും ചില സമയങ്ങളിൽ എസ്സേയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ അകത്ത് എന്താ സിയിലുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും ഇവിടെയുണ്ട്. അതായത് ഇൻക്രിമെൻറ്റ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റർ, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റർ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, പിന്നെന്താ ടെർണറി ഓപ്പറേറ്റർ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഇതാ ഈ എക്സ്ട്രാ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ നോട്ടിൽ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. അതിൽ സ്കോപ്പ് റെസൊല്യൂഷൻ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണത്. ഇങ്ങനെ അപ്പം നിങ്ങൾ നോട്ടിൽ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഇൻ C++ ആണ്. ഇതാ
ഇങ്ങനെയാണ് ഒരു വോയിഡ് ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആദ്യമേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്, ഫംഗ്ഷൻ കോൾ ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ ബോഡി ഉണ്ട്. 3 കാര്യങ്ങളാണുള്ളത്: ഡിക്ലറേഷൻ, കോള്, ഡെഫിനിഷൻ. അത് 3 നമ്മൾ സിയിൽ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെയും. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷനെ ഇതുപോലെ ഡിക്ലെയർ ചെയ്യുന്നതന്നെയാണ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് വോളിയം, ഇൻഡെക്സ്, ഫ്ലോട്ട് വൈ. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്നോ അല്ലെങ്കിൽ സംഗ്രഹമെന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇനി കോൾ ബൈ റെഫറൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അതായത് എന്ത് പാസ് ചെയ്യുക? അഡ്രസ്സ് പാസ് ചെയ്യുക. ആർഗ്യുമെൻറ്റ്സിൻ്റെ അകത്ത് ഇതുപോലെ അഡ്രസ്സ് ഇൻറ്റ് ആംപസാൻഡ് എ, അപ്പോൾ അഡ്രസ്സ് ഓഫ് ദ വേരിയബിൾ ആണ് പാസ് ചെയ്യുന്നത്. ഇനി റിട്ടേൺ ബൈ റെഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുമ്പോൾ ഇൻറ്റ് ഇതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അഡ്രസ്സാണെന്നാണ്. മുൻപത്തെ എക്സാമ്പിളിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എപ്പോഴും ഇൻറ്റിജറിന് മാത്രമേ ഉള്ളൂ. അതായത് ഇൻറ്റിജറിൻ്റെ അഡ്രസ്സ് ആയിരുന്നു റിട്ടേൺ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് റിട്ടേൺ ബൈ റെഫറൻസ് പോസിബിളാണ്. ഇനി ഇൻലൈൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫംഗ്ഷൻസ് നമ്മൾ ചെറിയ ഫംഗ്ഷൻസ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഇൻലൈൻ ഡബിൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ക്യൂബ് റിട്ടേൺ ചെയ്യും. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ശരിക്കും ഒരു ഫംഗ്ഷൻ കോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷനിൽ പോയി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരും അല്ലേ? അപ്പോൾ ഇൻലൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ചെറിയ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻലൈൻ ഫംഗ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ആ ഫംഗ്ഷൻ കോൾ ഉള്ളത് അവിടെ തന്നെ അതിനങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതെന്താ? ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സ്ഥലത്തോട്ട് ജമ്പ് ചെയ്യുക, ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, റീജമ്പ് ചെയ്യുക, ഇങ്ങനത്തെ കോംപ്ലക്സ് പ്രോസസ്സ് എല്ലാം ഒഴിവാക്കും. അതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ട് പി ഇൻറ്റ് എൻ ആർ. എന്നിട്ട് അപ്പോൾ ഇതിന് ശരിക്കും ഈ ഫ്ലോട്ട് വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ നമ്മൾ പാസ് ചെയ്യണം? പിക്കൊരു വാല്യൂ പാസ് ചെയ്യണം, എന്നിനൊരു വാല്യൂ പാസ് ചെയ്യണം, ആറിനൊരു വാല്യൂ പാസ് ചെയ്യണം. അങ്ങനെയാണ് ശരിക്കും നടക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ഫ്ലോട്ട് വാല്യൂ ഫ്ലോട്ട് പി ഇൻറ്റ് എൻ ഫ്ലോട്ട് ആർ. ഇവിടെ ആർ ഇസ് ഈക്വൽ ടു 0.15 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫംഗ്ഷനെ വിളിക്കാൻ നേരത്ത് ഈ ആറിൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ല എങ്കിൽ കൂടെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. കാരണം എന്താ? അതിൻ്റെ ഡിക്ലറേഷനിൽ അതിനൊരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫംഗ്ഷൻ്റെ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിക്കേ. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? 2 ആർഗ്യുമെൻറ്റ്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 50,000 എങ്ങോട്ട് പോകും? പിന് പോകും. ഈ 5 എന്തിനു പോകും? എന്നിന് പോകും. അപ്പോൾ ഈ ആറിന് വാല്യൂ ഉണ്ടോ? ഇല്ല. പക്ഷേ എന്ത് എടുക്കും വാല്യൂ? 0.15. ഇതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. വാല്യൂവിൽ 10,005 0.30. അപ്പോൾ ഇവിടെ ആറിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏത് വാല്യൂ എടുക്കും? ഇതെടുക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് കൊടുത്തില്ലെങ്കിൽ ഈ വാല്യൂ എടുക്കും. ഇതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഈ സൈഡിൽ നിന്നാണ് ഫില്ല് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇതിന് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിന് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രമേ ഇതിന് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈഡിലുള്ള ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ആദ്യം ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുക, അത് പോസിബിൾ അല്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറയണം, എന്നാലും ഒന്നും കൂടെ പറയാം. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആഡിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3 വേരിയബിൾസ് പാസ് ചെയ്തു. വീണ്ടും ആഡിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ടൈപ്പ് ഓഫ് ദ വേരിയബിൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നെ പല ഡെഫിനിഷൻസ്. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഒരു ഫംഗ്ഷനെ കൊണ്ട് തന്നെ പല ജോലികൾ ചെയ്യിപ്പിക്കുക. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ബാക്കി എക്സാമ്പിൾ നോട്ടിൽ നോക്കുക.